ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്യ രാഗിൻ. എല്ലാവർക്കും ട്വിസ്റ്റി പസിലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്നേക്ക് ക്യൂബിനെ ഒച്ചിൻ്റെ ഷേപ്പിലേക്ക് ആക്കുന്നത് എന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 പീസസ് ഉള്ള ഓറഞ്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സ്നേക്ക് ക്യൂബാണ്. ഇതിനെ നമ്മൾ ഒരു ഒച്ചിൻ്റെ ഷേപ്പിലേക്കാണ് മാറ്റാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ വെള്ളച്ചതുരങ്ങൾ മുകളിൽ വരുന്ന രീതിയിൽ പിടിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇടത് ഭാഗത്ത് വേണ്ടത് ഈ ഒരു രീതിയിലുള്ള ചെരിവാണ് നമുക്ക് ഇടത് ഭാഗത്ത് വേണ്ടത്. എന്നിട്ട് ഫസ്റ്റ് പീസ് നമ്മൾ താഴോട്ടേക്ക് 2 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1 2 തവണ തിരിച്ചു. ഇനി ഇതിൽ ഈ നീളമുള്ള ഭാഗത്തിൽ 5ാമത്തെ പീസ് നോക്കുക. 1 2 3 4 5. ഈ 5ാമത്തെ പീസിനെ മുകളിലേക്ക് 2 തവണ തിരിക്കുക. ഇതുപോലെ 1 2 തവണ തിരിക്കുക. എന്നിട്ട് ഇതിനെ ഈ ഒരു ഷേപ്പിൽ പിടിക്കാം. എന്നിട്ട് ഇതിൽ ഈ നീളമുള്ള ഭാഗത്തിൽ 2ാമത്തെ പീസ് വെള്ള ത്രികോണം വരുന്നൊരു പീസാണിത്. ഇതിനെ മുകളിലേക്ക് 2 തവണ തിരിക്കാം. 1 2. എന്നിട്ട് ഈ നീളമുള്ള ഭാഗത്തിൽ 3 പീസസ് ഉണ്ടാകും. 1 2 3. ഈ 3ാമത്തെ പീസ് ഈ വെള്ള ത്രികോണം വരുന്നൊരു പീസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് വേണ്ടത്. ഇതുപോലെ 1 തവണ തിരിച്ചു. എന്നിട്ട് ഈ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ പിടിച്ചു. എന്നിട്ട് ഈ ഒരു പീസ് ഈ നിങ്ങളുള്ള ഭാഗത്തിൽ ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ പീസിനെ നമ്മൾ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ടേക്ക് ഇതുപോലെ തിരിച്ചു. എന്നിട്ട് ഈ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിക്കുന്നു. ഇപ്പോൾ വെള്ളച്ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിലാണുള്ളത്. എന്നിട്ട് ഇതിൽ ഈ 2ാമത്തെ പീസിനെ 2 തവണ മുകളിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 2 തവണ മുകളിലേക്ക് തിരിച്ചു. ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇവിടെ ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഇതിൽ നീളമുള്ള ഭാഗത്തിൽ ഈ 2ാമത്തെ പീസ് വരുന്നത് ഓറഞ്ച് ത്രികോണം വരുന്ന പീസാണ്. ഇതിനെ മുകളിലേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ 1 തവണ തിരിക്കുക. എന്നിട്ട് പിന്നെയും ഈ ഓറഞ്ച് ചതുരങ്ങൾ നേരെ വരുന്ന രീതിയിൽ പിടിക്കാം. ഇതിപ്പോൾ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഈ നീളമുള്ള ഭാഗത്തിൽ 2ാമത്തെ പീസ് ഈ 2ാമത്തെ പീസിന് ഞാൻ മുകളിലേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് 1 തവണ തിരിച്ചു. എന്നിട്ട് പിന്നെ ഇതുപോലെ തിരിച്ചിട്ട് ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ നീളമുള്ള ഭാഗത്തിൽ ഈ 2ാമത്തെ പീസ് ഈ ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് 1 തവണ തിരിച്ചു. എന്നിട്ട് ഇതിനെ ഇതുപോലെ തിരിച്ചിട്ട് ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ തന്നെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ നീളമുള്ള ഭാഗത്തിൽ 2ാമത്തെ പീസ് അതിനെ മുകളിലേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. മുകളിലേക്ക് 1 തവണ തിരിച്ചു. എന്നിട്ട് ഇതിനെ ഇതുപോലെ പിടിക്കാം. എന്നിട്ട് ഈ ഒരു പീസിനെ നമ്മൾ തിരിച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീസിനെ തിരിച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ 2 ത്രികോണങ്ങൾ ചേർന്ന് നമുക്കൊരു ചതുരം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഷേപ്പ് തന്നെ ഈ ഒരു ഭാഗത്തും ആക്കുവാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ നീളമുള്ള ഭാഗത്തിലുള്ള ഈ ഒരു ഫസ്റ്റ് പീസിന് നമ്മൾ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് 1 തവണ തിരിച്ചു. ഇതുപോലെ തന്നെ വെള്ള ചതുരം ഇവിടെയും കിട്ടി. ഇനി ബാക്കി ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഈ നീളമുള്ള ഭാഗത്ത് ഇതുപോലെ പിടിക്കുക. ഈ ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഇതിൽ 1 2 3 ഈ 3ാമത്തെ പീസിനെ മുകളിലേക്ക് 1 തവണ തിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. മുകളിലേക്ക് 1 തവണ തിരിച്ചു. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഓറഞ്ച് ചതുരങ്ങൾ എൻ്റെ നേരെ വരുന്ന രീതിയിൽ ഞാൻ പിടിച്ചു. എന്നിട്ട് ഈ നീളമുള്ള ഭാഗത്തിൽ 2ാമത്തെ പീസ് വെള്ള ത്രികോണം വരുന്ന ഈ ഒരു പീസിനെ താഴോട്ടേക്ക് 1 തവണ തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ താഴോട്ടേക്ക് 1 തവണ തിരിക്കുക. എന്നിട്ട് ഇനി നമുക്കിതാ ഇതുപോലെ പിടിക്കാം. ഈ ഒരു ഷേപ്പിൽ പിടിക്കാം. എന്നിട്ട് ഇതിന് കണക്കായിട്ട് ഈ ഒരു ത്രികോണത്തിൻ്റെ കണക്കായിട്ട് ഈ ഒരു ത്രികോണം ഇതിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ തൊട്ട് മുന്നിൽ ഈ ഓറഞ്ച് ചതുരം വരുന്ന ഈ ഒരു പീസിനെ നമുക്ക് 2 തവണ ഇങ്ങോട്ടേക്ക് തിരിക്കണം. 2 തവണ താഴോട്ടേക്ക് തിരിച്ചാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം 1 തവണ തിരിക്കുക. ഇനി 2ാമത്തെ തവണ തിരിക്കുമ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ
ഇതിന് മുട്ടിയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ കുറച്ചൊന്ന് പൊന്തിച്ച് പിടിക്കുക. ഇനി കുറച്ച് ഇതുപോലെ ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ അടുത്തേക്ക് ഇതുപോലെ കൊണ്ടുവരാം. എന്നിട്ട് ഈ പൊന്തിച്ച ഭാഗം നമ്മളിത് താത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിതാ ഈ ഒരു ഷേപ്പാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൽ ഈ നിങ്ങൾ താഴോട്ടേക്കുള്ള ഈ നീളമുള്ള ഭാഗത്തിൽ ഈ രണ്ടാമത്തെ പീസ് ഓറഞ്ച് ത്രികോണം വരുന്ന ഈ ഒരു പീസിന് നമ്മൾ 2 തവണ മുകളിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. 1 2. ഇപ്പോൾ നമുക്കിതാ നമ്മുടെ സ്നേക്ക് ക്യൂബിനെ നമ്മൾ ഒരു ഒച്ചിൻ്റെ ഷേപ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പലതരം ക്യൂബുകളുടെ ട്യൂട്ടോറിയൽ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. ആ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാൻ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.